Hi everyone, welcome to today's English class. ആറാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് ആക്ടിവിറ്റീസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. One child, one teacher, one pen and one book can change the world എന്ന ഒരു ചാപ്റ്റർ ആണ് നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്നത് കേട്ടോ. ഇത് ഒരു സ്പീച്ച് ആണ്. This is a speech. So we are going to study about Malala Yousafzai. Who was Malala Yousafzai? Malala Yousafzai is a Pakistani activist for female education. Female education വേണ്ടിയിട്ട് പ്രവർത്തിച്ചിരുന്ന ഒരു ആക്ടിവിസ്റ്റ് ആണ്, പാകിസ്ഥാനി ആക്ടിവിസ്റ്റ് ആണ് മലാല യൂസഫ്സായ്. ആൻഡ് ദ യങ്ങസ്റ്റ് എവർ നോബൽ പ്രൈസ് റെസിപ്പിയന്റ്. ഇവിടെ ഇതുവരെ കിട്ടിയിട്ടുള്ള നോബൽ പ്രൈസ് കിട്ടിയിട്ടുള്ളവരിൽ നിന്നും ഏറ്റവും പ്രായം കുറഞ്ഞ നോബൽ പ്രൈസ് ജേതാവാണ് ആര്? മലാല യൂസഫ്സായ്. 2014 കിട്ടിയത്. She is known mainly for human rights advocacy for education and for women in her native Swat Valley, where girls were at times not allowed to attend schools. അതായത് മലാല എങ്ങനെയാണ് അറിയപ്പെടുന്നത്? ഹ്യൂമൻ റൈറ്റ്സ് അഡ്വക്കസി ഫോർ എഡ്യൂക്കേഷൻ ആൻഡ് ഫോർ വുമൻസ് ഇൻ എ നേറ്റീവ് സ്വാറ്റ് വാലി. സ്വാറ്റ് വാലി എന്ന അവളുടെ നേറ്റീവ് ആയിട്ടുള്ള പ്ലേസിലെ ആളുകൾക്ക്, അതായത് പ്രത്യേകിച്ചും വിമണിന് വേണ്ടിയിട്ടും കുട്ടികൾക്ക് വേണ്ടിയിട്ടൊക്കെ എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യാനുള്ള ആ ഒരു ഇതിലാണ് അവൾ അറിയപ്പെടുന്നത്. ഓക്കെ, ഗേൾസിനൊന്നും സ്കൂൾസ് അറ്റൻഡ് ചെയ്യാൻ പറ്റാത്ത ഒരു സമയത്ത് ആ ഒരു പ്രദേശത്താണ് ആര് വളർന്നിട്ടുണ്ടായിരുന്നത്? മലാല യൂസഫ്സായ് വളർന്നിട്ടുണ്ടായിരുന്നത്. ഏതാണ് സ്ഥലം? സ്വാറ്റ് വാലി. യൂസഫ്സായ് അഡ്വക്കസി ഹാസ് ഗ്രോൺ ഇൻ ടു ആൻ ഇന്റർനാഷണൽ മൂവ്മെന്റ്. ആ ഒരു യൂസഫ്സായിന്റെ ആ ഒരു അഡ്വക്കസി ഉണ്ടല്ലോ, എന്താണ് അഡ്വക്കസി? എഡ്യൂക്കേഷൻ ആൻഡ് ഫോർ വുമൺ ഇൻ ഹർ നാറ്റീവ് സ്വാറ്റ് വാലി. ആ ഒരു ആ ഒരു അഡ്വക്കസിയുടെ എന്തായി മാറി? ആ ഒരു കുഞ്ഞു വില്ലേജിൽ നിന്നും ഇന്റർനാഷണൽ ലെവലിലേക്ക്, ഇന്റർനാഷണൽ മൂവ്മെന്റ് ആയിട്ട് മാറി. സോ these are some quotes, അല്ലെ? മണ്ടേല, ഹാരിറ്റ് ടബ്മാൻ, ജോർജ് കാർലിൻ, വ്ളാഡിമിർ പുടിൻ, ഇവരൊക്കെ കുറച്ച് കോട്സ് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതേ ഐഡിയാസ് വരുന്ന ഏതൊക്കെ ഭാഗങ്ങളാണ് എന്നാണ് ചോദിക്കുന്നത്. സിമിലർ ഐഡിയാസ് ദാറ്റ് ഓഫ് മലാലാസ് വേർഡ്സ് ഫ്രം ദ ബലൂൺസ്. മലാലയുടെ വാക്കുകളിൽ ഇതേ ഒരു ഐഡിയ വരുന്നത് ഏതൊക്കെയാണെന്ന് നോക്കാം. എഡ്യൂക്കേഷൻ ഇസ് എ മോസ്റ്റ് പവർഫുൾ വെപ്പൺ ദാറ്റ് വിച്ച് യു ക്യാൻ യൂസ് ടു ചേഞ്ച് ദ വേൾഡ്. ഏതായിരിക്കും? ചേഞ്ച് ദ വേൾഡ്. യെസ്, വി വാണ്ട് സ്കൂൾസ് ആൻഡ് എഡ്യൂക്കേഷൻ ഫോർ എവറി ചൈൽഡ്, ബ്രൈറ്റ് ഫ്യൂച്ചർ. അടുത്ത നോക്കാം. Always remember you have within your strength the patience and passion to reach the stars to change the world. ഏതാണ്? Yes, we call upon our sisters to embrace the strength within themselves. അടുത്ത നോക്കാം. Terrorism has no religion, nationality, no religion. അപ്പോൾ ഇതേതാണ്? We call upon all governments to fight against terrorism and violence. അടുത്തത് men are from earth, women are from earth. Deal with it. ഏതായിരിക്കും? A deal that goes against the dignity of women and their rights is unacceptable. Okay, അപ്പോൾ എല്ലാവരും ഇത് കംപ്ലീറ്റ് ചെയ്യാം. അടുത്ത നോക്കാം. Once read the passage given below and there are few errors in it. They are underlined. Once upon a time there lived a lovely princess. അല്ലേ? പ്രിൻസസിന്റെ സ്പെല്ലിംഗ് എന്താണ്? PRINCESS. അല്ലേ? അത് കറക്റ്റ് ചെയ്യാം കേട്ടോ. പ്രിൻസസിന്റെ with fair skin and blue eyes. She was so fair that she was named Snow White. Her mother died. അല്ലേ? Died when Snow White was a baby and her father married again. This queen was pretty and she was very cruel too. But she was very cruel too also. The wicked stepmother wanted to be the more beautiful, most beautiful, okay, most beautiful lady in the kingdom, and she would often ask her magic mirror, mirror on the wall, who is the fairest of them? Who is the fairest of them?
ഓൾ കഴിഞ്ഞിട്ട് എന്ത് വേണം? ഒരു എക്സ്ക്ലമേഷൻ മാർക്ക് കൊടുക്കണം അല്ലേ? എക്സ്ക്ലമേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ലൈനും പിന്നെ ഒരു ഡോട്ടും. ഓക്കെ. And the magic mirror would say, "You are your majesty." But one day the mirror replied, "Snow White is the fairest of them all." The wicked queen was angry. What a fair lady is Snow White. അതെന്താണ് തെറ്റ്? വാട്ടിലത്തെ W ക്യാപിറ്റൽ വേണം അല്ലേ? പിന്നെ എ ഫെയർ ലേഡി സ്നോ വൈറ്റ്. സ്നോ വൈറ്റിന്റെ എന്ത് വേണം? വാട്ട് എ ഫെയർ ലേഡി സ്നോ വൈറ്റ് ഈസ്. ഈസ് എന്നുള്ളത് സ്നോ വൈറ്റ് കഴിഞ്ഞിട്ട് വേണം കൊടുക്കാനായിട്ട്. ഓക്കെ. She became jealous of Snow White and ordered her huntsman to take Snow White to the forest and kill her. "I want you to bring back her heart," she ordered. But when the huntsman reached the forest with Snow White, he took pity on her and set her free. He killed a deer and DEER and took its heart to the wicked queen and told her that he had killed Snow White. Snow White wandered in the forest all night crying. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ മാറ്റിയിട്ട് എഴുതിയിട്ട് താഴെ ഇത് കൊടുത്തിട്ടുണ്ടല്ലോ, ലൈൻസ് കൊടുത്തിട്ടുണ്ടല്ലോ, അതിലേക്ക് എടുത്തെഴുതണം കേട്ടോ. Respected elders and my dear brothers and sisters, today it is an honor for me to be speaking again after a long time. Being here with such honorable people is a great moment in my life. So അതൊരു സ്പീച്ചിന്റെ തുടക്കമാണ്. റെസ്പെക്റ്റഡ് സല്യൂട്ടേഷൻ. അതുപോലെ തന്നെ ഞാൻ ഒരുപാട് കാലമായി സംസാരിച്ചിട്ടൊക്കെ, അതുപോലെ തന്നെ എനിക്ക് ഇതൊരു ഹോണർ ആയിട്ടാണ് തോന്നുന്നത്. ഇത് എൻ്റെ ജീവിതത്തിലെ ഒരു ഗ്രേറ്റ് മൊമെന്റ് ആണെന്നൊക്കെ പറഞ്ഞിട്ടാണ് തുടങ്ങുന്നത്. I don't know where to begin my speech. എനിക്കറിയില്ല എവിടെ തുടങ്ങണമെന്ന്, ഈ സ്പീച്ച് എങ്ങനെ തുടങ്ങണമെന്ന് എനിക്ക് അറിയില്ല. I don't know what people would be expecting me to say. ജനങ്ങൾ എന്താണ് എൻ്റെ അടുത്തുനിന്ന് എക്സ്പെക്ട് ചെയ്യണമെന്നുള്ളത് എനിക്ക് അറിയില്ല. But first of all, thank you God, for whom we all are equal, and thank you for every person who has prayed for my fast recovery and a new life. ആദ്യം തന്നെ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു സ്പീച്ച് തുടങ്ങുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ്? she was the victim of an accident. ഓക്കെ, ബോംബ് ബ്ലാസ്റ്റിന്റെ ഒരു വിക്ടിം ആയിരുന്നു. അപ്പൊ അവിടുന്ന് പെട്ടെന്ന് തന്നെ റിക്കവർ ചെയ്യാൻ സാധിച്ച എല്ലാവർക്കും താങ്ക് യു. അവർക്ക് പ്രാർത്ഥിച്ച എല്ലാവർക്കും താങ്ക് യു. ഒരു ന്യൂ ലൈഫ് തുടങ്ങാൻ വേണ്ടി സഹായിച്ച എല്ലാവർക്കും നന്ദി, ഗോഡിനും നന്ദി എന്നൊക്കെ പറഞ്ഞിട്ടാണ് തുടങ്ങുന്നത്. I cannot believe how much love people have shown me. I have received thousands of God's wish cards and gifts from all over the world. അപ്പോൾ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല എത്ര ആളുകളാണ് എന്നെ സ്നേഹിക്കുന്നത്. അതുപോലെ തന്നെ ഒരുപാട് ഗിഫ്റ്റുകളും വിഷ് കാർഡ്സും ഒക്കെ എനിക്ക് ലോകമെമ്പാടുമുള്ള ജനങ്ങളിൽ നിന്ന് എനിക്ക് കിട്ടിയിട്ടുണ്ട്. താങ്ക് യു ടു ഓൾ ഓഫ് ദം. എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുന്നത്. Thank you to the children whose innocent words encouraged me. Thank you to my elders whose prayers strengthened me. അപ്പോൾ കുട്ടികൾക്കും എൽഡേഴ്സിനും എല്ലാവരുടെയും പ്രേയേഴ്സിനും ഒക്കെ താങ്ക്സ് പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുന്നത്. Dear brothers and sisters, do remember one thing. Malala Day is not my day. Today is the day of every woman, every boy and every girl who have raised their voice for their rights. അപ്പൊ മലാല ഡേ എന്ന് പറയുന്നത് അത് എൻ്റെ ദിവസമല്ല എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങുന്നത്. ആരുടെ ദിവസമാണ് അത്? ആ ഡേ എന്ന് പറയുന്നത് ഓരോ വുമന്റെ, ഓരോ ബോയുടെയും ഓരോ ഗേളുടെയും ദിവസമാണ്. അവരുടെ പ്രത്യേകത എന്താണ്? they raise their voice for their rights. അവരുടെ അവകാശത്തിന് വേണ്ടിയിട്ട് അവര് സ്വരം ഉയർത്തിയ ദിവസമാണ് എന്നാണ് മലാല പറയുന്നത്. There are hundreds of human rights activists and social workers who are not only speaking for human rights but are struggling to achieve their goal of education, peace and equality.
ഒരുപാട് ഹ്യൂമൻ റൈറ്റ്സ്, അതായത് അവകാശങ്ങളൊക്കെ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആക്ടിവിസ്റ്റുകളുണ്ട്, സോഷ്യൽ വർക്കേഴ്സ്, സാമൂഹിക സേവകരുണ്ട്. അവരൊക്കെ മറ്റുള്ളവരുടെ ഹ്യൂമൻ റൈറ്റ്സിന് വേണ്ടിയിട്ട് മാത്രമല്ല, അതുപോലെ തന്നെ അച്ചീവ് ദെയർ ഗോൾസ്, അവരുടേതായിട്ടുള്ള ഗോൾസും എഡ്യൂക്കേഷനും ഒക്കെ, അവരുടെ ഗോൾസ് ഓഫ് എഡ്യൂക്കേഷനും പീസും ഇക്വാലിറ്റി ഒക്കെ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് അവർ അശ്രാന്തമായി പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. Thousands of people have been killed by the terrorists and millions have been injured. ഒരുപാട് ആയിരക്കണക്കിന് ആളുകൾ ടെററിസ്റ്റ് മുഖേന കൊന്നിട്ടുണ്ട് അല്ലെ, ടെററിസ്റ്റുകൾ കൊന്നിട്ടുണ്ട്. അതുപോലെ തന്നെ മില്യൺസ് ഇഞ്ചേർഡ്, പരിക്കേറ്റവരുണ്ട്. ഐ എം ജസ്റ്റ് വൺ ഓഫ് ദം, ഞാനും അങ്ങനെ ഒരാളാണ്, അവരിൽ ഒരാളാണ് എന്നാണ് പറയുന്നത്. Dear sisters and brothers, we realize the importance of light when we see darkness. നമുക്ക് ബ്രദേഴ്സിനോട് സിസ്റ്റേഴ്സിനോട് എന്താണ് പറയുന്നത് മലാല? വി റിയലൈസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ലൈറ്റ്. നമുക്ക് വെളിച്ചത്തിന്റെ ഒരു ഇമ്പോർട്ടൻസ് എപ്പോഴാണ് അറിയുന്നത്? ഡാർക്ക്നെസ്. നമ്മൾ ഡാർക്ക്നെസ് കാണുമ്പോൾ, ഇരുട്ട് കാണുമ്പോഴാണ് നമുക്ക് വെളിച്ചം എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്ന് മനസ്സിലാവുന്നത്. വി റിയലൈസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് അവർ വോയിസ് വെൻ വി ആർ സൈലൻസ്ഡ്. നമ്മൾ മിണ്ടാതിരിക്കുമ്പോഴാണ് നമ്മളുടെ ഇമ്പോർട്ടൻസ്, വോയിസിന്റെ ഇമ്പോർട്ടൻസ് നമുക്ക് മനസ്സിലാവുന്നത്. നമ്മളോട് മിണ്ടാതിരിക്കാൻ പറയുമ്പോഴാണ് നമുക്ക് ആ ഒരു ഇമ്പോർട്ടൻസ് നമുക്ക് മനസ്സിലാവുന്നത്. In the same way, when we are at Swat, the north of Pakistan, we realize the importance of pens and books when we saw the guns. അപ്പോൾ ഇതുപോലെ തന്നെ സ്വാറ്റ് എന്ന് പറയുന്ന പാകിസ്ഥാനിലെ നോർത്തിലുള്ള ഒരു സ്ഥലത്താണ്. അവിടെ വെച്ചിട്ടാണ് ഞങ്ങൾ റിയലൈസ് ചെയ്തത് പെൻസിന്റെയും ബുക്സിന്റെ ഒക്കെ ഇമ്പോർട്ടൻസ് എത്രയാണെന്ന്. എന്ത് കണ്ടപ്പോഴാണ്? ആ ഗൺസ്, അതായത് തോക്ക് കണ്ടപ്പോഴാണ് പെൻസിന്റെയും ബുക്സിന്റെ ഒക്കെ ഇമ്പോർട്ടൻസ് ഞങ്ങൾക്ക് മനസ്സിലായത്. The wise saying, the pen is mightier than the sword, was true. അപ്പോൾ ഒരു സേയിങ് ഉണ്ട് അല്ലെ, പെന്നാണ് വാളിനേക്കാൾ നല്ലതായിട്ടുള്ളത് എന്ന് പറയുന്ന ഒരു കോട്ട് ഉണ്ട്. അപ്പോൾ ആ ഒരു കോട്ട് എന്ന് പറയുന്നത് ട്രൂ ആണ് എന്നാണ് മലാല പറയുന്നത്. വാളിനേക്കാൾ മൂർച്ചയേറിയതാണ്, അല്ലെങ്കിൽ മൂർച്ചയേറിയതാണ് തൂലിക അല്ലെങ്കിൽ പെൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സേയിങ് ആണ് കേട്ടോ. The extremists are afraid of books and pens. The power of education frightens them. They are afraid of women. The power of voice of the woman frightens them. അപ്പൊ ടെററിസ്റ്റിനൊക്കെ ഭയങ്കര ബുക്സും പെൻസൊക്കെ ഭയങ്കര പേടിയായിരുന്നു. എഡ്യൂക്കേഷൻ, വിദ്യാഭ്യാസം അവരെ പേടിപ്പിച്ചു. അവർക്ക് സ്ത്രീകളെ പേടിയായിരുന്നു. അതുപോലെ തന്നെ പവർ ഓഫ് വോയിസ് ഓഫ് വുമൺ, സ്ത്രീകളുടെ ശബ്ദം അവരെ പേടിപ്പെടുത്തിയിരുന്നു എന്നൊക്കെയാണ് മലാല പറയുന്നത്. ഹോണറബിൾ ജനറൽ സെക്രട്ടറി ജനറൽ, പീസ് is necessary for education. In many parts of the world, terrorism, wars and conflicts stop children from going to schools. പീസ് അല്ലെ, എഡ്യൂക്കേഷന് വേണ്ടത് എന്താണ്? സമാധാനമാണ്. ഒരുപാട് ടെററിസ്റ്റ് ഉള്ള വേൾഡ് ടെററിസ്റ്റിലെ ഒരുപാട് ഭാഗങ്ങളിൽ അല്ലെ, വാറും കോൺഫ്ലിക്റ്റും ഒക്കെ കാരണം കുട്ടികൾക്ക് സ്കൂളിലേക്ക് പോകാൻ കഴിയാത്ത ഒരു സമയമാണ്. We are really tired of these wars. ഞങ്ങളും ഈ വാറൊക്കെ കാരണം ഞങ്ങൾ ആകെ ക്ഷീണിച്ചിരിക്കുകയാണ്. Women and children are suffering in many parts of the world in many ways. കുട്ടികളും സ്ത്രീകളും എല്ലാം നമ്മുടെ ഈ ലോകത്തിന്റെ പല ഭാഗത്തു നിന്നുള്ള കുട്ടികളും അതുപോലെ തന്നെ വുമൺ, അതായത് സ്ത്രീകളൊക്കെ നന്നായിട്ട് സഫർ ചെയ്യുന്നുണ്ട് എന്നാ പറയുന്നത്. സഫർ ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഭയങ്കരമായിട്ട് അവരെ അടിച്ചമർത്തുക, ഒരുപാട് സഹിക്കുന്നുണ്ട് അവര്. Many innocent and poor children are victims of child labor. Child laborന്റെ victims ആണ് കുട്ടികളൊക്കെ. The young girls have to do domestic child labor and forced to get married at an early age. ഒരുപാട് കുട്ടികളെ ഓരോ പണികൾ, വീട്ടിലത്തെ പണികളും ഒക്കെ എടുപ്പിച്ചുകൊണ്ട് അവരെ ചെറുപ്പകാലം ഏർലി ഏജിൽ തന്നെ മാരി ചെയ്യിപ്പിക്കുന്നുണ്ട് അല്ലെ, കല്യാണം കഴിപ്പിച്ചു വിടുന്നുണ്ട് ചെറുപ്പത്തിൽ തന്നെ. Poverty, ignorance, injustice, racism and the deprivation of basic rights are the main problems faced by both men and women. അപ്പോൾ കുറച്ച് പ്രോബ്ലംസ് ഫേസ് ചെയ്യുന്നുണ്ട് അല്ലെ, മെന്നും വുമണും, അതായത് സ്ത്രീകളും പുരുഷന്മാരും ഒരുപോലെ ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസ് എന്തൊക്കെയാണ്? പോവർട്ടി, ദാരിദ്ര്യം,
ഇഗ്നറൻസ്, അറിവില്ലായ്മ, ഇൻജസ്റ്റിസ്, റേസിസം, അതുപോലെ തന്നെ അവരുടെ അവകാശങ്ങള് ഡിപ്രിവിയേഷൻ, അവകാശങ്ങളുടെ ആ ഒരു അടിച്ചമർത്തലുകളിൽ എല്ലാം മെന്നും വുമണും ഒരുപോലെ ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസ് ആണ്. ഡിയർ ഫെലോസ്, today I am focusing on women's rights and girls' education because they are suffering the most. അപ്പോൾ ഇന്ന് ഞാനിവിടെ ഫോക്കസ് ചെയ്യുന്നത് വിമന്റെ റൈറ്റും അവകാശങ്ങൾ അല്ലെ, അതുപോലെ തന്നെ ഗേൾസ് എഡ്യൂക്കേഷൻ, കുട്ടികളുടെ വിദ്യാഭ്യാസം ആണ് കൂടുതലായിട്ട് ഞാനിവിടെ ഫോക്കസ് ചെയ്യുന്നത്. എന്തുകൊണ്ടാണ്? അവരാണ് ഏറ്റവും കൂടുതൽ സഹിക്കുന്നത്. There was a time when women social activists asked men to stand up for their rights, but this time we will do it by ourselves. അതായത് മുൻപൊക്കെ വുമൺ സോഷ്യൽ ആക്ടിവിസ്റ്റ് മെന്നോട്, അതായത് പുരുഷന്മാരോട് പറയാറുണ്ട് ഞങ്ങളുടെ കൂടെ നിന്നിട്ട് ഞങ്ങളുടെ അവരുടെ റൈറ്റ്സ്, അവകാശങ്ങൾ നേടിയെടുത്ത് തരാൻ പറയാറുണ്ടായിരുന്നു. ബട്ട് ദിസ് ടൈം, ഇപ്പോൾ എന്ത് ചെയ്യും? ഞങ്ങളുടെ കാര്യം നോക്കിക്കോളാം, ഞങ്ങൾക്ക് അത് ഒറ്റയ്ക്ക് ചെയ്യാൻ കഴിയും. I am not telling men to step away from speaking for women's rights. Rather, I am focusing on women to be independent, to fight for themselves. അപ്പൊ ഞാൻ പറയുന്നത് പുരുഷന്മാരോട് ഞങ്ങളുടെ കാര്യങ്ങൾ സംസാരിക്കുന്നതിൽ നിന്ന് മാറി നിൽക്കാനല്ല, പക്ഷേ I am focusing വുമണ്, ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വുമണ്, സ്ത്രീകൾക്ക് അവരുടെ കാര്യത്തിൽ ഇൻഡിപെൻഡന്റ് ആയിരിക്കണം, അവരുടെ കാര്യം നോക്കാനുള്ള, അവരുടെ അവകാശങ്ങൾ നേടിയെടുക്കാനുള്ള ഇത് അവർക്ക് ഉണ്ടായിരിക്കണം എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. Dear brothers and sisters, now it's time to speak up. ഇനി സംസാരിച്ചേ പറ്റുള്ളൂ. We call upon the world leaders that all peace deals must protect women and children. അപ്പോൾ എല്ലാ വേൾഡ് ലീഡേഴ്സിനോടും പറയുന്നത് എന്താണ്? വുമന്റെയും ചിൽഡ്രന്റെയും കാര്യങ്ങൾ അവർക്ക് സമാധാനം കൊടുക്കണം, അവർക്ക് അവരുടെ അവകാശങ്ങൾ നേടിക്കൊടുക്കണം. A deal that goes against the dignity of women and their rights is unacceptable. A deal, ഒരു ഡീല് എന്താണ്? അവരുടെ അവകാശങ്ങൾ അവർക്ക് നേടിക്കൊടുക്കാനും അതുപോലെ തന്നെ അവരുടെ ഡിഗ്നിറ്റി കാത്തു സൂക്ഷിക്കാനും വേണ്ടിയിട്ട് എന്താണ്? അവരുടെ കൂടെ നിൽക്കണം, അവരുടെ കാര്യങ്ങൾ ചെയ്തു കൊടുക്കണം എന്നാണ് വേൾഡ് ലീഡേഴ്സിനോട് മലാല പറയുന്നത്. We call upon all governments to ensure free compulsory education for every child all over the world. അപ്പോൾ ഗവൺമെന്റിനോട് പറയുന്നത് എന്താണ്? ഫ്രീ ആയിട്ടുള്ള, നിർബന്ധമായിട്ടുള്ള വിദ്യാഭ്യാസം ഓരോ കുട്ടികൾക്കും, വേൾഡ് വൈഡിലുള്ള എല്ലാ കുട്ടികൾക്കും കൊടുക്കണമെന്നാണ് ഗവൺമെന്റിനോട് മലാല ആവശ്യപ്പെടുന്നത്. We call upon all governments to fight against terrorism and violence to protect children from brutality and harm. അപ്പോൾ എല്ലാവരോടും എന്താണ് പറയുന്നത്? എല്ലാ ഗവൺമെന്റിനോടും ടെററിസവും വയലൻസും ഒന്നും അതിനെതിരായിട്ട് പറയാനാണ്. അത് കുട്ടികളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും അവരുടെ ഒരു രീതിയിലും ഹാം ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടൊക്കെ ടെററിസം, വയലൻസ് ഒക്കെ നമുക്ക് ഇവിടുന്ന് എടുത്തു മാറ്റണം എന്നാണ് മലാല പറയുന്നത്. We call upon developed nations to support the expansion of educational opportunities for girls in the developing world. Developing worldൽ ഡെവലപ്പിംഗ് നേഷൻസിനോട് പറയുന്നത് എന്താണ്? കുട്ടികളെ, ഗേൾസിന്റെ എഡ്യൂക്കേഷണൽ ഓപ്പർച്യൂണിറ്റി എക്സ്പാൻഡ് ചെയ്യുക, കൂടുതലാക്കുക. ഓക്കെ, അത് വിപുലീകരിക്കുക. കുട്ടികൾക്കുള്ള, പെൺകുട്ടികൾക്കുള്ള വിദ്യാഭ്യാസത്തിന്റെ ഓപ്പർച്യൂണിറ്റീസ്, അവരുടെ ആ ഒരു കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് ചെയ്തു കൊടുക്കുക ഡെവലപ്പിംഗ് വേൾഡിൽ. We call upon all communities to be tolerant, to reject prejudices based on caste, creed, religion or gender, to ensure freedom and equality for women so that they can flourish. എല്ലാ കമ്മ്യൂണിറ്റീസിനോടും ഞാൻ പറയുന്നത് എന്താണ്? കാസ്റ്റ്, ജാതി മതഭേദം, അതായത് റിലീജിയനോ ജാതിയോ മതമോ ജെൻഡറോ ഒന്നുമല്ല, അതൊക്കെ ഒഴിവാക്കിയിട്ട് സ്ത്രീകൾക്ക് അവരുടേതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു അവകാശം കൊടുക്കണം എന്നാണ് മലാല പറയുന്നത്. We cannot all succeed when half of us are held back. നമുക്ക് ഒരിക്കലും വിജയിക്കാൻ പറ്റില്ല. പകുതി, അതായത് ഇതിന്റെ പകുതി എന്ന് പറയുമ്പോൾ സ്ത്രീയും പുരുഷനും ആകുമ്പോൾ പുരുഷൻ മാത്രം ഫ്ലറിഷ് ചെയ്തിട്ട് കാര്യമില്ലല്ലോ, സ്ത്രീകളും ഒപ്പം വരണം. അപ്പൊ അതുകൊണ്ട് തന്നെ
അവര് നമുക്കൊരിക്കലും വിജയിക്കാൻ പറ്റില്ല. ഒരു ഭാഗം താഴ്ന്നിരുന്നാൽ മറ്റേ ഭാഗം അപ്പൊ അങ്ങനെ കാര്യമില്ല. സ്ത്രീകളായാലും പുരുഷന്മാരായാലും തുല്യമായിട്ട് സക്സീഡ് ആയാൽ മാത്രമേ നമ്മളുടെ ഈ ഒരു വേൾഡിന് നന്നായിട്ട് ഫ്ലറിഷ് ചെയ്യാൻ പറ്റുള്ളൂ. We call upon our sisters around the world to be brave, to embrace the strength within themselves and realize their full potential. അപ്പോൾ സിസ്റ്റേഴ്സിനോട് എന്താണ് മലയാളയ്ക്ക് പറയാനുള്ളത്? You have to be brave. നിങ്ങൾ ധൈര്യശാലികളായി മാറണം. To embrace the strength. നമ്മളെ കഴിവുകൾ within themselves, നിങ്ങളുടെ ഉള്ളിലുള്ള കഴിവുകൾ നിങ്ങൾ പുറത്തേക്ക് കൊണ്ടുവരണം. നിങ്ങളെ ഫുൾ പൊട്ടൻഷ്യൽ ആയിട്ട് നിങ്ങൾ അത് പുറത്തേക്ക് കൊണ്ടുവരണം എന്നാണ് പറയുന്നത്. Dear brothers and sisters, we want schools and education for every child's bright future. ബ്രദേഴ്സിനോടും സിസ്റ്റേഴ്സിനോടും എന്താണ് പറയുന്നത്? നമുക്ക് സ്കൂൾസ് വേണം അല്ലെ? സ്കൂൾ വേണം. അതുപോലെ തന്നെ ഓരോ കുട്ടിയുടെയും ഭാവിക്ക് വേണ്ടിയിട്ട് എഡ്യൂക്കേഷൻ കൊടുക്കണം അവർക്ക്. We will continue our journey to our destination of peace and education for everyone. No one can stop us. ആർക്കും നമ്മളെ തടയാൻ പറ്റില്ല. We will speak for our rights and we will bring change through our voice. നമ്മൾ നമ്മുടെ അവകാശത്തിന് വേണ്ടി സംസാരിക്കുക. അതിലൂടെ നമ്മുടെ വോയിസിലൂടെ ഒരു മാറ്റം കൊണ്ടുവരിക. We must believe in the power and strength of our words. നമ്മളെ പവറും സ്ട്രെങ്ത്തും നമ്മുടെ വാക്കുകളുടെ സ്ട്രെങ്ത്തും പവറൊക്കെ കൊണ്ട് നമ്മൾ വിശ്വസിക്കണം. One words can change the world. Our words can change the world. നമ്മുടെ വാക്കുകൾ നമ്മുടെ ലോകത്തെ തന്നെ മാറ്റാൻ കഴിയും. Because we are all together united for the cause of education, and if we want to achieve our goal, then let us empower ourselves with the weapon of knowledge and let us shield ourselves with unity and togetherness. Because we all are together. നമ്മളെല്ലാവരും ഒരുമിച്ചാണ്. നമ്മൾ ഒരുമിച്ചിരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? എഡ്യൂക്കേഷൻ, വിദ്യാഭ്യാസത്തിന്റെ അതിന് വേണ്ടിയിട്ടാണ് അല്ലെ? ആൻഡ് ഇഫ് വി വാണ്ട് ടു അച്ചീവ് അവർ ഗോൾ, നമുക്ക് ആ ഒരു ഗോൾ അച്ചീവ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മുടെ അറിവ് വർദ്ധിക്കണം, നമ്മുടെ നോളജ് വർദ്ധിക്കണം, അതുപോലെ തന്നെ നമ്മുടെ യൂണിറ്റി അല്ലെ? ലെറ്റ് us shield ourselves with unity and together. നമ്മളെല്ലാവരും കൂടി ഒന്നിച്ചിട്ടാണ് ഈ ഒരു കാര്യം ചെയ്യാൻ പറ്റുള്ളൂ. Dear brothers and sisters, we must not forget that millions of people are suffering from poverty, injustice and ignorance. അപ്പോൾ നമ്മൾ ഒരിക്കലും മറക്കാൻ പാടില്ല എന്ത്? മില്യൺസ് ഓഫ് പീപ്പിൾ, അവരൊക്കെ പോവർട്ടി, ഇൻജസ്റ്റിസ്, ഇഗ്നോറൻസ് ഒക്കെ ആയിട്ട് സഫർ ചെയ്തുകൊണ്ടിരിക്കുക. ഒരുപാട് കാര്യങ്ങളിൽ അവർ ദാരിദ്ര്യമായിട്ടും അറിവില്ലായ്മയായിട്ടും ഇൻജസ്റ്റിസ് ഒക്കെ ആയിട്ട് എന്താണ് സഫർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലെ? We must not forget that millions of children are out of schools. നമ്മൾ ഒരിക്കലും മറക്കാൻ പാടില്ല മില്യൺസ് ഓഫ് കുട്ടികൾ അല്ലെ? കുട്ടികൾ സ്കൂളിലൊന്നും പോവാതെ നിൽക്കുകയാണ്. We must not forget that our sisters and brothers are waiting for a bright, peaceful future. നമ്മൾ ഒരിക്കലും മറക്കാൻ പാടില്ല നമ്മുടെ സിസ്റ്റേഴ്സും ബ്രദേഴ്സും ഒക്കെ നല്ലൊരു ബ്രൈറ്റ് ഫ്യൂച്ചറിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നുള്ളത്. So let us wage a global struggle against illiteracy, poverty and terrorism, and let us pick our books and pens. They are our most powerful weapons. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ടെററിസം, പോവർട്ടി, ഇലിറ്ററസിക്കൊക്കെ എതിരായിട്ട് നമുക്ക് ബുക്സ് അല്ലെ? ലെറ്റ് us pick our books. നമുക്ക് നമ്മുടെ ബുക്സ് എടുക്കാം, പെൻസ് ഒക്കെ എടുക്കാം. അവയാണ് നമ്മുടെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള വെപ്പൺസ്. വെപ്പൺസ് എന്ന് പറഞ്ഞാൽ ആയുധങ്ങൾ. One child, one teacher, one pen and one book can change the world. ഹെഡിങ് നമ്മൾ പറഞ്ഞല്ലോ, ഒരു കുട്ടിക്ക്, ഒരു ടീച്ചർക്ക്, ഒരു പെന്നിന്, ഒരു ബുക്കിനൊക്കെ നമ്മുടെ ഈ ഒരു ലോകം മാറ്റിമറിക്കാൻ കഴിയും. എഡ്യൂക്കേഷൻ ഈസ് ദ ഓൺലി സൊല്യൂഷൻ. എഡ്യൂക്കേഷൻ ഫസ്റ്റ്. എഡ്യൂക്കേഷൻ മാത്രമാണ് ഇതിനുള്ള ഒരു പ്രതിവിധി. എഡ്യൂക്കേഷൻ ആണ് ആദ്യമായിട്ട് ചെയ്യേണ്ടത് എന്നാണ് മലാല യൂസഫ്സായി പറഞ്ഞത്. അപ്പൊ എല്ലാവർക്കും ഈ ഒരു സ്പീച്ച് ഞാനിപ്പോൾ മലയാളത്തിൽ പറഞ്ഞത് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ആക്ടിവിറ്റീസ് എല്ലാവരും ചെയ്യുക, ടീച്ചർക്ക് അയച്ചു കൊടുക്കുക. ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ മറക്കാതെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സൈഡിലുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്തിട്ട് ഓൾ അമർത്തുക. വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെയാലും ഇത് കമൻറ്റ് ചെയ്യുക. അപ്പം ഇനി അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.